തപാൽ പെട്ടി സ്ഥാപിച്ചത് എവിടെ? തപാൽ പെട്ടി സ്ഥാപിക്കാൻ പരിശ്രമിച്ച ആൾ ആരായിരുന്നു? ഫ്രാൻസിലെ വെലായൻ. ഇന്ത്യയിലെ തപാൽ പെട്ടികളുടെ നിറം എന്താണ്? ചുവപ്പ്. വെളുത്ത തപാൽ പെട്ടികൾ ഉപയോഗിക്കുന്ന രാജ്യം ഏത്? സിംഗപ്പൂർ. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? 1774 കൊൽക്കത്തയിൽ. ഗവർണർ വാറൻ ഹേസ്റ്റിംഗ്സ്. പിൻകോഡ് സമ്പ്രദായം തുടങ്ങിയത് എന്നു മുതൽ? 1972. പിൻകോഡിന് എത്ര അക്കങ്ങളുണ്ട്? 6. 1 മേഖല, 2 ഉപമേഖല, 3 ജില്ല, 4 വഴി, 5ഉം 6ഉം പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് സൂചിപ്പിക്കുന്നു. കേരളത്തിൽ ആദ്യമായി തപാൽ വകുപ്പ് നിലവിൽ വന്നത് എവിടെ? 1790 തിരുവിതാംകൂറിൽ. തപാൽ വകുപ്പിന്റെ പഴയ പേര്? അഞ്ചൽ ഓഫീസ്. പോസ്റ്റുമാനെ അഞ്ചൽക്കാരൻ എന്നും വിശേഷിപ്പിച്ചിരുന്നു. പൊതുജനങ്ങൾക്ക് തപാൽ സേവനം കിട്ടിത്തുടങ്ങിയത് എന്നു മുതൽ? 1860. അഞ്ചൽ എന്ന പേർ നൽകിയത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരനായ കേണൽ മൺറോ. തിരുവിതാംകൂറിൽ ആദ്യമിറങ്ങിയ സ്റ്റാമ്പിന്റെ വില എത്ര? 2 ചക്രം. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ഏക മലയാളി വനിത? സിസ്റ്റർ അൽഫോൻസാമ. 2 തവണ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച വ്യക്തികൾ ആരെല്ലാം? സിസ്റ്റർ അൽഫോൻസാമ, വി.കെ. കൃഷ്ണമേനോൻ. സ്റ്റാമ്പിൽ ഇടം കിട്ടിയ മലയാള സാഹിത്യകാരന്മാർ ആരൊക്കെ? ജി. ശങ്കരക്കുറുപ്പ്, എസ്.കെ. പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, ഉള്ളൂർ വള്ളത്തോൾ, സി.വി. രാമൻപിള്ള, കുമാരനാശാൻ, വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു ദിവസം പുറത്തിറങ്ങിയ സ്റ്റാമ്പിൽ 3 സാഹിത്യകാരന്മാർ ഉണ്ടായിരുന്നു. അവർ ആരാണ്? ജി. ശങ്കരക്കുറുപ്പ്, എസ്.കെ. പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള. ഈ ദിവസത്തിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒക്ടോബർ 10 ചങ്ങമ്പുഴ ദിനം. കാവ്യഗന്ധർവൻ എന്നറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴയുടെ ജനനം? 11th October 1911, ഇടപ്പള്ളി, കൊച്ചി. ചങ്ങമ്പുഴയുടെ അമ്മ? ചങ്ങമ്പുഴ പാറുക്കുട്ടി അമ്മ. ചങ്ങമ്പുഴയുടെ അച്ഛൻ? തെക്കേടത്ത് രാമൻ മേനോൻ. ചങ്ങമ്പുഴയുടെ ഭാര്യ? ശ്രീദേവി. ചങ്ങമ്പുഴയുടെ ആത്മസുഹൃത്ത്? ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മയ്ക്കായി എഴുതിയ വിലാപ കാവ്യം ഏതാണ്? രമണൻ. ചങ്ങമ്പുഴയുടെ ആദ്യ പുസ്തകമേത്? ബാഷ്പാഞ്ജലി. ചങ്ങമ്പുഴയുടെ ആത്മകഥയുടെ പേര്? തുടിക്കുന്ന താളുകൾ. ചങ്ങമ്പുഴ എഴുതിയ നോവൽ ഏതാണ്? കളിത്തോയി. ചങ്ങമ്പുഴയുടെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെ? പാടുന്ന പിശാച്, വായക്കുല, മനസ്സുനി. ഇനി ഒക്ടോബർ 16 വള്ളത്തോൾ ജന്മദിനത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.